ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള പവിത്രമായ നമ്മുടെ ശരീരത്തിൽ ആ അവയവങ്ങൾക്കോ അതല്ലെങ്കിൽ ആ അവയവം മറയ്ക്കുന്ന വസ്ത്രങ്ങൾക്കോ എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മളൊക്കെ അത് ഭംഗിയായി വൃത്തിയാക്കാറുണ്ട്. കാരണം ആ വൃത്തി കണ്ടെത്തുന്ന സമയം വരെ ആ വൃത്തിയില്ലായ്മ നമ്മളെ അസംതൃപ്തനാക്കാറുമുണ്ട്. മുടിയൊരൽപ്പം നീണ്ടാൽ, നഖമൊരൽപ്പം നീണ്ടാൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കറയോ അതല്ലെങ്കിൽ ആ വസ്ത്രം കൊണ്ടുണ്ടാവേണ്ട ഗുണമോ നടക്കുന്നില്ല എങ്കിൽ അതൊക്കെ വളരെ വൃത്തിയായി കഴുകാനും വൃത്തിയാക്കാനും സമയം കണ്ടെത്തുന്നവരും പണം ചെലവഴിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. പക്ഷെ പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മളിൽ പലരും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത, അതല്ലെങ്കിൽ കൃത്യമായ ഭംഗിയോടുകൂടി പലർക്കും കൊണ്ടു നടക്കാൻ സാധിക്കാത്ത ഒരു അവയവമുണ്ട്. അതാണ് മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ മനസ്സ്. ഒരു മനുഷ്യന്റെ മനസ്സ് തകരുന്നതോടുകൂടിയാണ് അവന്റെ ശരീരം തകരുന്നത്. മാനസികമായി എന്തൊക്കെയോ ബേജാറിലും സംഘർഷങ്ങളിലുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഭക്ഷണത്തോട് വിരക്തിയുണ്ടാകും, ഉറക്കം നഷ്ടപ്പെടും, ശാരീരികപരമായ ഒരുപാട് അസ്വസ്ഥതകൾ ആ മാനസിക വേദന കൊണ്ട് അവൻ അനുഭവിക്കാറുണ്ട്. പല പ്രശ്നങ്ങളെ കൊണ്ടും മനസ്സ് കൈവിട്ടു പോകും.
നിരന്തരമായ പരീക്ഷണങ്ങൾ, വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കെത്തുന്ന കടബാധ്യതകൾ, ഭാര്യ ഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്ന ചില മോശം സ്വഭാവങ്ങൾ, മക്കളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, ഇങ്ങനെ പലതുകൊണ്ടും മനസ്സ് കൈവിട്ടു പോകുകയും പിന്നീട് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് മാനസിക വിഭ്രാന്തിയും ഞെട്ടിയെഴുന്നേൽക്കലും ഒന്നും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാൻ പോലും സാധിക്കാതെ ജീവിക്കുന്ന പലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അവസാനം ചിലരെ അത് ആത്മഹത്യയിലേക്ക് എത്തിക്കും. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ ഈ കേരളക്കരയിൽ ഒരു മുസ്ലിം കുടുംബത്തിലുണ്ടായ ആത്മഹത്യ നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ്. 9 മാസം ഗർഭം ധരിച്ച ഒരു പെണ്ണ് പ്രസവത്തോടടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസികമായി വലിയ സംഘർഷത്തിലായി. കാരണം അവളുടെ ഉമ്മ കുടുംബത്തിൽ ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടി ജനിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. അവസാനം ഗർഭം ധരിച്ച പെൺകുട്ടിക്ക് എന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് എന്റെ പാരമ്പര്യം, കുടുംബത്തിന്റെ പാരമ്പര്യം പോലെ അംഗവൈകല്യം ഉണ്ടാകുമോ, അവൾക്ക് ശാരീരികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ കുഞ്ഞിനുണ്ടാകുമോ എന്ന ആദിയും ചിന്തയും ദിവസങ്ങളോളം ഡിപ്രഷനിലായി. അവസാനം ആ 9 മാസം ഗർഭം ധരിച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. തൊട്ടടുത്ത ദിവസം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപും നമ്മൾ കേട്ടു, ഇക്കഴിഞ്ഞ MBBS പരീക്ഷയിൽ 99.99% മാർക്ക് വാങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അത്രയേറെ മനുഷ്യന്റെ മനസ്സുകളെ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്കും മാനസിക സങ്കടങ്ങളിലേക്കും ഇന്നത്തെ ചില പരീക്ഷണങ്ങളും അവന്റെ ചിന്തകളും പൈശാചികതയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇന്നത്തെ ദിവസം ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ആ മനസ്സിനെ സംവിധാനിക്കണമെന്നും, അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടതുപോലെ വലിയ അസുഖങ്ങളിലെ 2ാം സ്ഥാനത്താണ് മാനസിക ആരോഗ്യമില്ലായ്മ. അത്രയേറെ മനുഷ്യന്റെ മനസ്സുകൾ തകർന്നു പോകുന്നുണ്ട്. ഈ ഇരിക്കുന്ന നമ്മളിൽ പലരും ചിന്തിച്ച് കാടുകയറാറുണ്ട്. എന്തൊക്കെയോ ബേജാറിൽ അറിയാതെ പൊട്ടിക്കരയാറുണ്ട്. ഉറക്കം പോലും ഇല്ലാതാവാറുണ്ട്. അവിടെയൊക്കെ കൃത്യമായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ആ മനസ്സിനെ കുറിച്ച് അള്ളാഹു ചില കാഴ്ചപ്പാട് രേഖപ്പെടുത്തി. നിങ്ങളുടെ ശരീരവും മനസ്സും കൂടിച്ചേരുന്നതാണ് ജീവിതം. ആ മനസ്സ് തകരുമ്പം ശരീരം തകരും, ഇബാദത്തുകൾ തകരും. ജീവിതത്തിൽ പടച്ച റബ്ബ് തന്ന പലതിനോടും നിങ്ങൾക്ക് താല്പര്യക്കുറവ് അനുഭവപ്പെടും. എന്നിട്ട് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ആ മനസ്സിനെ നന്നാക്കുന്നവൻ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ആ മനസ്സിനെ തള്ളിക്കളയുന്നവൻ, അശ്രദ്ധനാക്കുന്നവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തി, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, നിങ്ങളുടെ സൃഷ്ടാവിന്റെ സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുകയും ആ ഭയപ്പാടോടുകൂടി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൃത്യമായി ചലിപ്പിക്കുകയും ചെയ്താൽ, നിങ്ങളുടെ ഇച്ഛകളെ മാറ്റിവെച്ച് ആ മനസ്സിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ പലപ്പോഴും മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ കാര്യം. ഫഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങളുടെ ശരീരത്തിലുണ്ടൊരു മാംസപിണ്ഡം, അത് നന്നായാൽ നിങ്ങൾ നന്നായി, അത് കേടുവന്നാൽ നിങ്ങൾ മൊത്തം കേടുവന്നു, നിങ്ങളുടെ ജീവിതം പോലും തകർന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു, മറ്റെന്ത് നന്നാക്കുന്നത് പോലെ നിങ്ങളെ മനസ്സിനെ ഇടക്കിടക്ക് നിങ്ങളൊന്ന് വൃത്തിയാക്കണം. അളവിൽ കൂടുതൽ ചിന്തകൾ മനസ്സിലേക്ക് കൊടുക്കരുത്. കാടടക്കിയ ഊഹത്തിലേക്ക് നിങ്ങൾ പോകരുത്. നഷ്ടങ്ങളെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വൃഥാവിലാവരുത്. ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. കാരണം നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കാൻ മറ്റുള്ളവരുണ്ട്, നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമ്മളേയുള്ളൂ.
മനസ്സിനെ ഞാൻ സന്തോഷിപ്പിക്കണം. 4 പേര് കയറേണ്ട തോണിയിൽ 40 പേരെ കയറ്റുന്നതിന് സമമാണ് തന്റെ ഹൃദയം എന്ന ചിന്തകളിലേക്ക് ആയിരക്കണക്കിന് ചിന്തകൾ കൊണ്ടുവന്ന് ടെൻഷൻ അടിക്കുന്നവനെന്ന് ലോകത്ത് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുക്കാനും ആ ഹൃദയം കൈവിട്ടു പോകാതിരിക്കാനും ടെൻഷനില്ലാതെ ജീവിക്കാനും അള്ളാന്റെ ഹബീബ നബി തങ്ങൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു. അതിലൊന്ന്, നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ദൈവസ്മരണ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. ദിക്റുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, കേവലം യാന്ത്രികമായ നാവുകളെ കൊണ്ടല്ല. വാഹനം ഓടുന്നതിന്റെ ഭംഗി നോക്കി വാഹനത്തിന്റെ വിലയെപ്പറ്റിയല്ല ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് റബ്ബേ, ഈ ദുനിയാവിൽ ഒരു കാലത്ത് ഒട്ടകങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇന്ന് 13-14 കോടിയുടെ വാഹനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, മനസ്സുകൾ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. അല്ലാത്തവൻ എന്ത് ചിന്തിക്കും? 15,000 അതല്ലെങ്കിൽ 15 കോടിയുടെ കാറ് നോക്കി അവനാന്റെ പോർച്ചിൽ ലോൺ എടുത്തു വാങ്ങിയ 10 ലക്ഷത്തിന്റെ കാറ് നോക്കിയിട്ട് പറയും വേറൊരു ലോണും കൂടി എടുത്തിട്ട് അത് 25-ൻ്റെതാക്കണം. അതോടെ മനുഷ്യന്റെ ഹൃദയം തകരും, അവന്റെ ജീവിതം നഷ്ടപ്പെടും. ആരാന്റെ ജീവിതത്തിലേക്ക് നോക്കി സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്തുമ്പോ. അതുകൊണ്ട് ആ ലോകത്തിന്റെ ഹബീബരിക്ക പറഞ്ഞതും ലാ യൻദുറു, ഒരിക്കലും നിങ്ങൾ നോക്കാൻ പാടില്ല നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക്. കാരണം അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും. നിങ്ങൾക്ക് നൽകപ്പെട്ടത് മറ്റു പലർക്കും പടച്ചോൻ കൊടുക്കാത്തതാ. നമുക്ക് ജോലിയുണ്ടോ? ജോലിയില്ലാത്ത അനേകായിരങ്ങളുണ്ട്. നമുക്ക് കാറുണ്ടോ? വീടുണ്ടോ? വാടക വീട്ടിൽ താമസിക്കുന്ന ആയിരങ്ങളുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ടോ? ആരോഗ്യം ക്ഷയിച്ച് ജീവിക്കുന്ന 10,000-ങ്ങളുണ്ട്. ആ ചിന്ത, ദൈവസ്മരണ, അല്ല, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയെ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളെ മനസ്സും നിങ്ങളെ കൽബും ഒന്ന് തണുക്കുന്നത്. ആ ചിന്ത ഏതർത്ഥത്തിൽ ഉണ്ടാവണം? ഇന്ന റബ്ബി കരീബുൻ മുജീബ്, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. ഏത് നിമിഷവും എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. എന്റെ ഓരോ ചലനത്തിലും എന്റെ റബ്ബന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മളെ മനസ്സിനെ നമ്മൾ അങ്ങനെ ഇടക്കിടക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. രണ്ടാമതായി തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും റബ്ബെന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷയുണ്ടാവണം. റബ്ബൻ ഒരിക്കലും അപമാനിക്കില്ലെന്ന പ്രതീക്ഷയുണ്ടാവണം. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും കൊടുക്കേണ്ട രീതിയിൽ തവക്കുൽ റബ്ബിൽ കൊടുത്തേൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബുഹു, അവനത് മതി. എന്റെ ജീവിതത്തിൽ എന്റെ തവക്കുൽ ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറയണം. നിങ്ങൾ വലതിനെ മുന്തിക്കണം. നിങ്ങൾ ശത്രുവിന്റെ പാളയത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പോലും മോർച്ചയേറിയ വാളാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിലും അത് ഉപയോഗിക്കാൻ റബ്ബനെ പ്രേരിപ്പിക്കണം. റബ്ബന്റെ കൂടെയുണ്ടാവണം. ആ ചിന്ത ഏതെങ്കിലും നാരങ്ങയിലോ ഒരു തസ്ബീഹുമാലയിലോ നിങ്ങൾ വെച്ചിട്ട് പടച്ചോനോട് പരിഹാസം ചെയ്യരുത്. ഇന്നങ്ങനെയാ. റബ്ബിൽ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം ഒരു പൂനാരങ്ങ വെച്ചിട്ട് വാഹനമിറക്കുന്നവർ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാ മതങ്ങളുടെയും ദൈവങ്ങളെ പൂജിക്കുന്നവർ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതാഘോഷത്തിലും മതേതരത്വം കാണിക്കാൻ എല്ലാ ദൈവങ്ങളെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവർ, തസ്ബീഹുമാല കൊണ്ട് മാത്രം ഉദ്ഘാടനം നിർവഹിക്കുന്നവർ, വീട്ടിൽ കയറുമ്പം അത്തരത്തിലുള്ള മന്ത്രിച്ചൂതിയ വാക്കുകളും മന്ത്രിച്ചൂതിയ കാര്യങ്ങളുമായി വീട്ടുകൂടൽ നടത്തുന്നവർ, അവിടെയാ റബ്ബർമ്മപ്പെടുത്തിയത് വീട്ടിന്റെ കണ്ണിമൂലയിലുള്ള ബാത്റൂം അല്ല നിങ്ങളുടെ സ്വൈര്യക്കേട്, വീട്ടിന്റെ മൂലയിൽ കുഴിക്കപ്പെട്ട കിണറല്ല നിങ്ങളുടെ സുക്കേട്, അമ്പലത്തിന്റെ മിനാരത്തിന്റെ മേലെയാണ് നിങ്ങളുടെ വീടിന്റെ മിനാരം എന്നതല്ല നിങ്ങളുടെ പ്രശ്നം. വമൻ യതവക്കൽ അലല്ലാഹ്, എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന ബോധത്തിൽ എന്റെ റബ്ബനെ കൈവിടില്ല എന്ന മനസ്സോടെ പടച്ചൊല്ല് തവക്കുൽ ചെയ്യാൻ പറ്റണം. എങ്ങനെ? അള്ളാഹ്ക്ക് വേണ്ടതെല്ലാം ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്. അല്ലാതെ കള്ളുകുടിച്ച് തവക്കൽതു അലല്ലാഹ്, എങ്ങനെങ്കിലും വീട്ടിലെത്തിക്കണം റബ്ബേ എന്ന തവക്കുലല്ല. ഹറാമായ ലോണും തോന്നിയാസങ്ങളും കാണിച്ചുണ്ടാക്കിയ മുതലുകൊണ്ട് ബിസിനസ് തുടങ്ങി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാനല്ല. ഏതർത്ഥത്തിലും എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന ബോധത്തോടെ നിങ്ങൾക്ക് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം, മനസ്സിനെ ബോധ്യപ്പെടുത്തണം, എല്ലാ കാര്യത്തിനും അവധിയുണ്ട്. അല്ലാഹ് ഈ ദുനിയാവിൽ എന്ത് തന്നോ ഈ ദുനിയാവിന് പോലും റബ്ബ് അവധി നിശ്ചയിച്ചിട്ടുണ്ട്.
അത് പ്രയാസങ്ങളാവട്ടെ, പരീക്ഷണങ്ങളാവട്ടെ, ഏത് പ്രതിസന്ധിയുടെയും അവസാനം അത് തിരുത്തുന്നൊരു ദിനം അള്ളാന്റെ അരികിൽ വരാനുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ദാരിദ്ര്യത്തിലാണോ, പ്രയാസത്തിലാണോ, നിങ്ങളുടെ സ്വഭാവം മാറരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തിപ്പോരുന്ന നന്മകളെ നിങ്ങൾ മുടക്കരുത്. മറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ, എന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് എനിക്കൊരു ഹൈറായ അവസ്ഥയിലേക്ക് നീ എത്തിക്കണം. ഹൈറായ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബേ, എന്റെ ഹൈറ് ഒരിക്കലും എന്നെ ഷർറാക്കി നീ പരീക്ഷിക്കാൻ ഉപയോഗിക്കരുത്. അത് പണമായാലും കുടുംബമായാലും ആരോഗ്യമായാലും ഏത് സെക്കൻഡും മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം, എല്ലാറ്റിനും പരിധിയുണ്ട്. എന്തും നശിക്കാനുള്ളതാ. ആരോഗ്യം നശിക്കും, സമ്പത്ത് നശിക്കും, അള്ളാഹ് ഈ ദുനിയാവിൽ വാങ്ങിക്കൂട്ടിയ നമ്മളുടെ പറമ്പ് നശിക്കും. ദുനിയാവ് തന്നെ പടച്ചോൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ പിന്നെന്തിനാ ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിങ്ങനെ ബേജാറാവുന്നത്? അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലുമൻ അലൈഹാ ഫാൻ, ഇതൊക്കെ നശിക്കാനുള്ളതാ. എത്ര കോടികൾ കയ്യിലുള്ളവനുണ്ടാവട്ടെ, ഇതൊക്കെ നശിക്കാനുള്ളതാ. അള്ളാഹുവിന്റെ ദുനിയാവിലേക്ക് കടന്നു വന്നപ്പം കാത്തരി മണ്ണ്, കാത്തരി പൊന്ന് നമ്മൾ ആരും കൊണ്ടുവന്നിട്ടില്ല. നൂലിയയില്ലാതെ ഉടുക്കാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ കാണുന്നവർക്കൊരു നാണക്കേട് തോന്നാതിരിക്കാൻ 5ഉം 3ഉം വെള്ളയിൽ പൊതിഞ്ഞ് മണ്ണ് കിറക്കി വെക്കുന്ന ഒരു ജീവിതം. അല്പകാലം ഈ ദുനിയാവിന് ഇന്നേക്ക് നമ്മളെ കണക്ക് പ്രകാരം 2025 ആണെങ്കിൽ 1983 മുതൽ ഇനി നിശ്ചയിക്കപ്പെട്ട ഒരു 10, 60, 70, 80 കൊല്ലം, അത്രേ ഉള്ളൂ ദുനിയാവ്. ഇതിന്റെ മുന്നേ എത്രയോ ആളുകൾ വാരിപ്പിടിച്ചവരുണ്ട്, തൂണുകളിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്, നമ്മളെക്കാൾ ഏറെ മോഹിച്ച് ജീവിച്ചവരുണ്ട്, പരന്നു കിടക്കുന്ന തോട്ടങ്ങൾ കണ്ട് അഭിമാനിച്ചവരുണ്ട്. ആ തോട്ടങ്ങളൊക്കെ ഇപ്പോ 10ഉം 15ഉം കഷണായിട്ട് ആരൊക്കെയോ കൈമല. അങ്ങനെ ദുനിയാവ് അള്ളാഹ് നശിപ്പിക്കുമെന്ന ബോധത്തിൽ നമ്മളെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നാലാമതായി, ഒരു കാര്യത്തിലും അള്ളാഹു അശ്രദ്ധനല്ല എന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അക്രമികൾ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം, അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് ജീവിക്കരുത്. ഹക്കായ മുതലാണ് മറ്റൊരുത്തൻ കൊണ്ടുപോയി തിന്നതെങ്കിൽ, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അവൻ നിങ്ങളെ വഞ്ചിച്ചതെങ്കിൽ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. ആരൊക്കെ മറച്ചു പിടിച്ചാലും, ആരൊക്കെ തട്ടിക്കൊണ്ടുപോയവന്റെ കൂടെ കൂടി അംഗബലവും സംഘബലവും വിന്യസിപ്പിച്ച് നിങ്ങളെ അവൻ ഭയപ്പെടുത്തിയാലും, അംഗബലത്തെയും സംഘബലത്തെയും കൂസാത്ത 800 കോടി മനുഷ്യരെ സൃഷ്ടിച്ച ഈ ഭൂലോകത്തേക്ക് 5000 കൊല്ലത്തിന്റെ മുൻപേ ഈ ഭൂലോകം സൃഷ്ടിച്ച ആദം നബി മുതലുള്ള മനുഷ്യരാശിയെ പടച്ച റബ്ബ് വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹ് ശ്രദ്ധനല്ല. എല്ലാം പടച്ച റബ്ബിന്റെ രേഖയിലുണ്ട്. കൊടുക്കേണ്ടവൻ അല്ലാഹ് കണക്കൊപ്പിച്ചു കൊടുക്കും. ചിലര് ചോദിക്കും, എന്നിട്ട് ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. അതിനുള്ള മറുപടിയും അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തി. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് കാരണം അവനെ അപ്പപ്പോൾ തന്നെ പിടികൂടുകയായിരുന്നെങ്കിൽ ഈ ഭൂലോകത്ത് ഒരു മനുഷ്യൻ പോലും ബാക്കിയുണ്ടാവുകയില്ല. നിങ്ങളെ പറ്റിച്ചവനും കൂട്ടുകക്ഷിയായി കൂട്ടിച്ചതിച്ചവനും ഈ ദുനിയാവിൽ പടച്ചോ ശിക്ഷിച്ചാൽ 10, 60 കൊല്ലവന് കിട്ടൂ, അത് പോരാ. കൂടെ കൂട്ടിച്ചതിച്ചവനും നിങ്ങളെ വഞ്ചിച്ചവർക്കും അവസാനിക്കാത്തൊരു ലോകത്തവന് ശിക്ഷ കിട്ടണം. 60 കൊല്ലം കിട്ടിയാ പോരാ, 1000 കൊല്ലം കിട്ടിയാ പോരാ. ദിവസങ്ങൾ കറ്റമില്ലാത്ത ആഹാരത്തിൽ അതിന്റെ കുറ്റം അവന് കിട്ടണം. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. ഒരിക്കലും നിങ്ങൾ അത്തരക്കാരെ തൊട്ട് മനസ്സിൽ വെറുപ്പോടെ ചിന്തിച്ച് നിങ്ങളെ മനസ്സിന് പുണ്ണാക്കരുത്. അതുകൊണ്ടാ ചിലരെ മനസ്സ് വല്ലാതെ തളർന്നു വന്ന്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരിന്നെ പറ്റിച്ചു, അയാൾ എന്നെ ചതിച്ചു, ഇവരിന്നെ പൊക്കി എന്നൊക്കെ ബേജാറുണ്ടെങ്കിലും ശരി, നിങ്ങളെ മറ്റൊരാൾ വേദനിപ്പിച്ച വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അള്ളാന്റെ അടുത്തേക്ക് വിട്ടോക്കൂ. നിങ്ങൾ തിരിച്ച് 4 തെറി പറഞ്ഞാലും അവന് കിട്ടാത്തൊരു വേദന അള്ളാഹ് ഒരുക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ചവന്റെ കണക്ക് അള്ളാഹ് നോക്കുമെന്നും അള്ളാഹ് അതിന്റെ ഇടയിൽ മറയില്ലെന്നും അല്ലാഹു തആല ഓർമ്മപ്പെടുത്താനുള്ള കാരണം ആ പ്രതീക്ഷ, അള്ളാഹു അശ്രദ്ധനല്ല എന്ന പ്രതീക്ഷ മനസ്സിലുണ്ടെങ്കിൽ മനസ്സ് വെറുത്ത് സങ്കടപ്പെട്ട് പകമൂത്ത മനസ്സുമായി നമ്മൾ ആരും സ്വന്തം മനസ്സിനെ ബേജാറാക്കൂല. 5ാമതായി, റബ്ബിന്റെ വിധിയെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ആളുമാറി വന്നതല്ല നമ്മൾക്ക് നേരെയുള്ള റബ്ബിന്റെ പരീക്ഷണം. എന്റെ അപകടം, എന്റെ സൂക്കേട്, എന്റെ ദാരിദ്ര്യം, എന്റെ കച്ചവടത്തിന്റെ പരാജയം, ഇതൊക്കെ എന്റെ ദാമ്പത്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു നിശ്ചയിച്ചതാ.
കാരണം ക്ഷമയിൽ അള്ളാഹു സ്വർഗമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ ഔതൈത വലാ മുഅതി ലിമാ മനഅത. റബ്ബ് നിനക്ക് എന്ത് വിധിച്ചിട്ടുണ്ടോ അതെനക്ക് കിട്ടും. നിനക്ക് 25 വയസ്സുവരെ നാട്ടിലുള്ള പണമാണ് റബ്ബ് നിശ്ചയിച്ചതെങ്കിൽ 25ാമത്തെ വയസ്സിൽ വേണ്ടെന്ന് വെച്ചിട്ടും നീ കടല് കടന്ന് ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ ഔതൈത, നീ ലക്ഷ്യം വെച്ചതൊന്നും നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയതൊക്കെ അള്ളാഹ് എനിക്ക് വിധിച്ചതാ. നീ ലക്ഷ്യം വെച്ചതൊക്കെ എനിക്ക് തരാന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോരുത്തർക്കും വിചാരിച്ചതൊക്കെ പടച്ചോൻ കൊടുക്കായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന നാടും ഈ ഇരിക്കുന്ന നമ്മളൊന്നും ഈ കോലത്തിലായി മാറൂല. കാരണം റബ്ബിന്റെ ദുനിയാവിൽ അള്ളാഹ് നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ട്. എല്ലാവരും പൈസക്കാരായൂല, എല്ലാവരും സുഖേടുകാരാവൂല, എല്ലാവരും ദരിദ്രരാവൂല. ദരിദ്രരെ സഹായിക്കാൻ കുറച്ച് പൈസക്കാര് വേണം, രോഗികളെ സംരക്ഷിക്കാൻ രോഗസംരക്ഷകര് വേണം, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം പരിഹരിക്കാൻ കഴിവുള്ള കയ്യൊക്കുള്ള ആളുകൾ വേണം. അള്ളാന്റെ ദുനിയാവ് അങ്ങനെയാ റബ്ബ് പടച്ചിട്ടുള്ളത്. ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്നത് അള്ളാന്റെ സ്വർഗം മാത്രമാണെന്ന് വിധിയിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തി തന്നു. വലാ മുഅതി ലിമാ മനഅത, ഇനി പടച്ചോൻ എനിക്ക് തടഞ്ഞു, എന്ത് തലകുത്തി മറഞ്ഞാലും എനിക്കത് കിട്ടാനും പോകുന്നില്ല. അള്ളാഹ് നിന്റെ നാവുമ്മൽ വെച്ചത് തട്ടിക്കളയാൻ കഴിവുള്ളവനാ. എന്നാൽ അങ്ങ് ദൂരെ മൈലുകൾക്കപ്പുറത്തുള്ളത് നിനക്കല്ല വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആന്ധ്രയിലും ഗുജറാത്തിലെയും നെൽപ്പാടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന അരി അതെല്ലാം കൃത്യമായി ചലിപ്പിച്ച് ചാക്കുകളിലാക്കി നൂറുകണക്കിന് വേർപ്പ് വെറ്റിച്ച തൊഴിലാളികളുടെ കൈകളിലൂടെ കോഴിക്കോടെത്തി, കോഴിക്കോട് നിന്നും അത് വലിയങ്ങാടിയിലെ ഷോപ്പിലെത്തി, വലിയങ്ങാടിയിലെ ഷോപ്പിൽ നിന്നും നന്മണ്ടയിൽ ഒരു പലചരക്ക് കടയിലെത്തി, 50 കിലോ ചാക്കിന്റെ 28ാമത്തെ കിലോ എന്റെ വീട്ടിലെത്തി. ആ 28ാമത്തെ കിലോയിൽ നിന്നും എനിക്ക് റബ്ബ് നിശ്ചയിച്ചത് ഉച്ചക്കത്ത് 1 മണി വറ്റാണെങ്കിൽ അതെന്റെ വയറ്റിലെത്തിയിരിക്കും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വിളി വരുന്നതെങ്കിൽ അള്ളാഹ് നിശ്ചയിച്ചത് ഒരു പക്ഷേ ആ തിരക്കിനിടയിൽ ഹോട്ടലുകാരന്റെ ഭക്ഷണമാണെങ്കിൽ അതെന്റെ വയറ്റിലെത്തിയിരിക്കും. അതാണ് റബ്ബ്. വലാ മുഅതി ലിമാ മനഅത, റബ്ബ് തടഞ്ഞതൊന്നും വേറൊരാൾക്കും നിങ്ങൾക്ക് എത്തിച്ചു തരാനും സാധിക്കുകയില്ല. 6ാമതായി, നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടണോ, നിങ്ങൾ മറ്റുള്ളവരോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം. നിങ്ങളുടെ സ്വഭാവത്തിന്റെ പെരുമാറ്റം നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയല്ലോ, പുഞ്ചിരി പോലും സ്വതക്കയാ. കാരണം നിങ്ങളെ പുഞ്ചിരി മറ്റൊരാളുടെ മനസ്സിന് തണുപ്പുണ്ടാക്കുന്നുണ്ട്. വാശി പിടിച്ചും ഈഗോ കാണിച്ചും മത്സരിച്ചും കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഒന്നും മുഖത്തോട് മുഖം നോക്കാതെ തലകുനിച്ചിരുന്ന് കല്യാണ വീട്ടിൽ പോലും മസിൽ പിടിക്കാനാണെങ്കിൽ വന്നാലും ഇരുന്നാലും തിന്നാലും പോയാലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങളൊന്ന് പുഞ്ചിരിക്കുമ്പോ ഒരുപക്ഷെ അതിനിടയിൽ കുടുംബം നന്നാവും. മറ്റൊരുത്തന്റെ മുഖത്തുള്ള പുഞ്ചിരി നിങ്ങളെ മനസ്സിനെ ആനന്ദപ്പെടുത്തും. വഖാലിഖുൻ നാസ ബിഖുലിഖിൻ ഹസന, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മുആദ്, നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ, അള്ളാഹുവിന് നിന്നോട് താല്പര്യം ഉണ്ടാകണമെങ്കിൽ, നീ പറയുന്ന കാര്യങ്ങൾക്ക് ജനം ചെവി കൊടുക്കണമെങ്കിൽ വഖാലിഖുൻ നാസ ബിഖുലിഖിൻ ഹസന, നിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ നീ മറ്റുള്ളവരോട് പെരുമാറണം. ഇതൊക്കെയാ മനസ്സിന്റെ ആരോഗ്യം. അതിനു പകരം വേണ്ടാത്ത 1000 ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ജീവിച്ചിരിക്കുന്ന പ്രസവിക്കാത്ത കുഞ്ഞിനെ പറ്റി ആലോചിച്ച്, 6ാം ക്ലാസ്സിലുള്ള മക്കളെ പറ്റി ആദ്യ പിടിച്ച്, 15ാം വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന മോനെ പറ്റി ടെൻഷൻ അടിച്ച്, അതല്ലെങ്കിൽ തറമത്തന്നെ കിടക്കുന്ന വീടിനെ പറ്റി ആലോചിച്ച് ബേജാറായി ഉള്ള ഹറാമും ഹക്കല്ലാത്തതും ഒക്കെ വാരിപ്പിടിച്ച് മത്സരിച്ചോടുമ്പോ ഒരുപക്ഷെ ഹക്കല്ലാത്തത് കുറെ കിട്ടും, സമാധാനം കിട്ടൂല. അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയതുപോലെ ലൈസൽ ഇനാ അൻ കസ്റത്തിൽ അർള്, ദുനിയാവ് വാരിപ്പിടിച്ച് ജനങ്ങളെ കാണിക്കാൻ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിക്കുന്ന ജീവിതമല്ല ഐശ്വര്യം. വലാകിന്നൽ ഇനാ ഇനൻ നഫ്സ്, സ്വന്തം മനസ്സിന്റെ അകത്ത് തോന്നുന്ന ഒരു ഐശ്വര്യമുണ്ട്. ഭാര്യനെയും മക്കളെയും കൂട്ടി 10,000 ചെലവഴിച്ച് പുറത്തുപോയി തിന്നിട്ടും കിട്ടാത്ത സമാധാനം പുഞ്ചിരിയോടെ കുടുംബത്തിലേക്ക് കയറി വന്ന് ഭാര്യന്റെ മക്കളെയും കൂടെ കൂടി സംസാരിച്ച് സന്തോഷത്തോടെ ഒരു കഷണം പെണ്ണിന്റെ വായിലേക്കും മക്കളെ കയ്യിലേക്കും വെച്ചുകൊടുത്ത് സംതൃപ്തിയോടെ സലാം പറഞ്ഞ് കടന്നിറങ്ങാൻ പോകുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അതാ ഐശ്വര്യം. അത് സ്വന്തം കുടുംബത്ത് കിട്ടണമെങ്കിൽ ഇടക്കിടക്ക് നഖം വെട്ടിയാ മാത്രം പോരാ, മുടി വെട്ടിയാ മാത്രം പോരാ. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവനവനോട് ചോദിക്കണം, നിന്റെ സ്വഭാവത്തിൽ എന്താ കുഴപ്പം, നിന്റെ ഏത് സ്വഭാവത്തിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്. പുറമെ കാണുന്ന ഈ ഭംഗി ഒരുപക്ഷെ ജനങ്ങൾക്ക് പോലും നന്നാക്കാൻ പറ്റും. ആര് മരിച്ചു കടന്നാലും നിങ്ങളെ നഖം കുടുംബക്കാർ വെട്ടിത്തരും.
ഭംഗിയായി വെള്ളമൊഴിച്ചിരും, കുളിപ്പിക്കും, കർപ്പൂരത്തിന്റെ വെള്ളം ചേർക്കും. ഇനി അത്തറ് പൂശണോ അതും പൂശിത്തരും. പക്ഷേ കഴുകിക്കൊണ്ടുവച്ച മയ്യത്തിന്റെ ഉള്ളിൽ കൽബെന്ന മനസ്സെന്നൊരു വസ്തുവിനെ കഴുകാൻ ഒരത്തറിനും പറ്റില്ലെങ്കിൽ ഉള്ളിലത്തെ മനസ്സിനെ ഒന്ന് ഇടക്കിടക്ക് ചിന്തിച്ച് മനസ്സിനെ ഒന്ന് നന്നാക്കാൻ പറ്റണം. ഡിപ്രഷൻ അടിച്ച്, ടെൻഷൻ അടിച്ച്, ഇന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ പകരം വെക്കാനില്ലാത്ത രണ്ടാമത്തെ സുക്കേട് മനുഷ്യന്റെ മനസ്സിന്റെ വേദനയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം തിരുത്തേണ്ടതാ, മാറ്റേണ്ടതാ. റബ്ബിലേക്ക് അടുക്കുമ്പോ അള്ളാഹു തരും സമാധാനം ഈ പറയപ്പെട്ട രീതിയിൽ. അങ്ങനെ മനസ്സിനെ കരുത്തുറ്റതാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് പൊതുവെ മനുഷ്യർക്ക് എന്തൊക്കെയോ അല്ലാഹു തആല നൽകിയിട്ടും മനസ്സിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ടെൻഷനും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലരുടെയും ഒറ്റപ്പെട്ട ജീവിതമാണ്. കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു ദുരന്തവും അതാണ്. അണുകുടുംബം, ഞാൻ, എന്റെ വീട്, എന്റെ മക്കള്, എന്റെ സൗകര്യം എന്ന ഒരു സ്വാർത്ഥതയും മറ്റൊരാളുടെ വിഷയത്തിലും മറ്റൊരു കുടുംബത്തിന്റെ വിഷയത്തിലും എത്രയേറെ എന്ന് ചോദിച്ച ഒരു കുടുംബക്കാരനെ പോയി കാണുന്ന വിഷയത്തിൽ പോലുമുള്ള മടിയും മനുഷ്യനെ മാനസികമായി വല്ലാതെ തകർക്കുന്നുണ്ട്. നമ്മൾ അറിയാഞ്ഞിട്ടാണ്. കാരണം ഒരു സമൂഹത്തിലും കുടുംബത്തിലും ഇടപെടുമ്പോൾ മാത്രമാണ് സഹാനുഭൂതി, കരുണ, സാഹോദര്യം, സ്നേഹം ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറി വരുന്നതും അവൻ അറിയുന്നതും മറ്റൊരാളെ സഹായിക്കുന്നതിലൂടെ അവന് കിട്ടുന്ന അനുകമ്പയും മനസ്സിന്റെ വല്ലാത്തൊരാവേശവുമൊക്കെ ഇന്ന് പലർക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ, അത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്ന ചിന്തയോടുകൂടി ചിലർ പരക്കം പായും. ആ ഓട്ടത്തിനിടയിൽ എന്തുണ്ടാകൂ? വലിക്കുക, കുടിക്കുക, യാത്ര ചെയ്യുക, കമന്റ് പറയുക, തെറി പറയുക, തോന്നിയാസം പറയുക, കൂടിയിരിക്കുക. അതിലെന്ത് മാനസികാനന്ദമുണ്ട്? ഓരോരുത്തരും അങ്ങനെയാ സ്വയം ചിന്തിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമുള്ളത് എനിക്കൊന്ന് ഹാപ്പി ആവാൻ. എവിടെയാ ഹാപ്പി? 2.5 മണിക്കൂറിന്റെ സിനിമാശാലന്റെ ഉള്ളിൽ. എവിടെയാ ഹാപ്പി? തമ്മിൽ തോളിൽ കൈയിട്ട് തോന്നിയാസം പറയുക, ആരാന്റെ പച്ചയിറച്ചി തിന്നുക, ഏതെങ്കിലും വിഷയത്തിലൊക്കെ വൃത്തികേട് പറഞ്ഞ് യാത്ര ചെയ്യുക. ഇതൊന്നുമില്ലാത്തവര് അത്തരത്തിലുള്ള മദ്യത്തിലും മദിരാശിയിലും പെണ്ണിലും കഞ്ചാവിലും ചെല്ലുക. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകേണ്ടത് സ്വന്തത്തിന് വേണ്ടി ഓടുമ്പോൾ മാത്രമല്ല, നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് മുഖേനയുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, അത് മുഖേനയുണ്ടാകുന്ന ഒരു വല്ലാത്ത അനുഭൂതിയുണ്ട്. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മദീന പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്, എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കാരണം മറ്റൊരാൾ സഹായിക്കപ്പെടുക എന്നുള്ളതാണ്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടല്ലോ, ആത്മഹത്യ ചെയ്യാൻ പെണ്ണിന്റെ തെപ്പ് കാരണം ആത്മഹത്യ ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ കടലിലേക്ക് ചാടാൻ നിൽക്കുന്ന സമയത്താണ് തിരമാലയിൽ കുടുങ്ങി വെള്ളം കുടിക്കുന്ന ഒരു നഴ്സറി കുട്ടിയെ കാണുന്നത്. ഓടിക്കതച്ചു വന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി കരയിലെത്തിയപ്പോ ആരെന്ന് പോലും അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ രൂപത്തിലാ ദൈവം നിന്നെ പറഞ്ഞയച്ചത്. ആരെന്ന് പോലും അറിയാത്തവർ കൈ പിടിച്ച് സന്തോഷിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിഞ്ഞു നടന്നു പോകുമ്പോ അവന് ബോധ്യപ്പെട്ടു, സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രേമിച്ചടക്കുമ്പോഴും കള്ളുടിക്കുമ്പോഴും അല്ല, മറിച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾ പുഞ്ചിരിക്കുമ്പോഴാ, അയാളെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അവന് ബോധ്യപ്പെട്ടു, ഞാൻ എന്റെ പെണ്ണിന്റെ കൂടെ ജീവിച്ച കാലത്തേക്കാൾ, അവൾക്ക് വേണ്ടി ചെലവാക്കിയ സമയത്തേക്കാൾ ഒരൊറ്റ നന്മ കൊണ്ട് ഇത്രമാത്രം ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വഴി അവൻ തെരഞ്ഞെടുത്തിന്ന് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മൾ മൂകരാകുക, നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മളെ മനസ്സ് മരവിച്ചു പോവുക.
പിന്നെ 10 മിനിറ്റിന്റെ ഇൻസ്റ്റഗ്രാം റീൽമ കുത്തിരുന്നിട്ട് 4.25 മണിക്കൂർ പുറന്റെ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നത് സമാധാനമല്ല, മൂകതയാ. സ്വൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വണ്ടിയിൽ കത്തിച്ചു വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയൽ മൂകതയാ. മനുഷ്യന്റെ ഹൃദയവും മനസ്സും പടച്ചോൻ തന്നത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളൊരു നല്ല മുഅ്മിനാവുന്നത് എപ്പോഴാണെന്നറിയോ? നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെട്ടത് അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നീ ചെയ്യുന്നത് അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അവനും നിന്റെ കൂടെ കൂടുന്നുണ്ടാകും. അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും അവൻ ആഗ്രഹിച്ചു. ഇന്ന് നമ്മൾ പറയാറുണ്ട്, സ്വന്തം തറവാട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മൂത്രത്തിൽ കിടക്കുന്ന ഉമ്മാനെ ഒന്ന് കുളിപ്പിക്കാന് നാട്ടിൽ ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തകന്റെ വാൻ വരണമെന്ന് തീരുമാനിച്ച പൈസ ഉണ്ടാവൂ, സമാധാനം ഉണ്ടാവൂല. അത് അവനവന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അത്ര പളുങ്കുപോലെ ആ പടച്ചോൻ നമ്മളെ മനസ്സിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഹബീബ നബി തങ്ങൾ മദീന പള്ളിയിലെ മിമ്പർ വന്ന് കാണിച്ചു കൊടുത്തു, 2 വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയം, അതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം. പറന്നു വീണൊരു തൂവല് പോലെ നിങ്ങൾ ആ ഹൃദയത്തെ പരിപാലിക്കണം. ഇന്ന് എന്ത് നന്നാക്കിയാലും അവനന്റെ മനസ്സിനെ മാത്രം ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൂക്കേടായി മാറിക്കൊണ്ടിരിക്കുക ഡിപ്രഷൻ, ടെൻഷൻ, സ്വൈര്യമില്ലായ്മ, ഉറക്കമില്ലായ്മ, കുടുംബത്തിലൊരു സമാധാനമില്ലായ്മ, എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഇല്ല. ഉള്ളത് കുറച്ചാണെങ്കിലും സഹാബത്ത് ജീവിച്ചല്ലോ. ഒരു കാരക്ക് 8 പേരാക്കി ചിന്തിയെടുത്തിട്ട് സ്വന്തരമായിട്ട് കടന്നുറങ്ങി. ഇന്ന് 8 പേരും കൂടി 8000 ഉറുപ്പ്യക്ക് തിന്നിട്ടും സ്വൈര്യം കിട്ടുന്നില്ലെങ്കിൽ മാറേണ്ടത് മനസ്സാ. മനുഷ്യരെ ഹൃദയം നന്നാവണം. മനസ്സ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ പറ്റണം. എങ്കിൽ പടച്ചം തരും. ഒരു കാരക്കയിലും അവനാന്റെ വീട്ടിൽ ഒരു പിടി റേഷനരിയിലും സമാധാനം തരും. അങ്ങനെ ജീവിക്കുന്ന ഹൃദയാരോഗ്യത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ദുനിയാവിൽ ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകുകയും ക്ഷമയോടെ ചികിത്സയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാഥ, മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. രോഗം ബാധിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ എളുപ്പത്തിൽ ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണമേ. കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള ഭാഗങ്ങളിൽ പെട്ടുപോയവരുണ്ട്. നാഥ, അതെല്ലാം തിരുത്തി ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. നാഥ, ഹൃദയത്തെ ശുദ്ധീകരിക്കാനും പകയില്ലാത്ത വെറുപ്പില്ലാത്ത നന്മയോടുകൂടി ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുവേ, ഗസ്സയിലടക്കം ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക് അറുതി വരുത്തുകയും ആത്യന്തികമായ വിജയത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.